മലയാളികളെ ഏറ്റവും അധികം ചിരിപ്പിച്ച മറ്റൊരു സംവിധായകൻ കൂടി വിടവാങ്ങിയിരിക്കുന്നു. നമ്മളെല്ലാം ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും സിനിമകൾ കാണിച്ചു തന്ന ഷാഫി ഇനി ഓർമ്മകളിൽ മാത്രം. പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വാരിവരിച്ച് സിനിമകൾ എടുക്കുന്ന ആളായിരുന്നില്ല ഷാഫി. 24 വർഷം നീണ്ടുനിന്ന സിനിമാ ജീവിതത്തിൽ അദ്ദേഹം ആകെ 18 പടങ്ങളാണ് ചെയ്തത്. അതിൽ പകുതിയിൽ കൂടുതലും വമ്പൻ ഹിറ്റുകളുമായിരുന്നു. 2001 വൺ മാൻ ഷോ എന്ന ജയറാം ചിത്രത്തിലൂടെയാണ് ഷാഫി സംവിധായകനായി മാറുന്നത്. ആ ചിത്രം സൂപ്പർ ഹിറ്റായി. ടെലിവിഷൻ ഹിറ്റായ കോടീശ്വരൻ പരിപാടിയിലേക്ക് ജയിലിൽ നിന്ന് ഒരു തടവുകാരനെത്തി അയാളുടെ അനുഭവം പറയുന്ന വ്യത്യസ്തമായ കഥ മലയാളികൾ ആസ്വദിച്ചു. അത് ഒരു ഹിറ്റ് മേക്കറുടെ തുടക്കം കൂടിയായിരുന്നു. അതും ചേർത്ത് തുടർച്ചയായ 6 ചിത്രങ്ങളാണ് ഷാഫി ഹിറ്റാക്കിയത്. ഇത് സത്യത്തിൽ മലയാള സിനിമയിലെ ഒരു റെക്കോർഡ് തന്നെയാണ്. മലയാളത്തിൽ സിദ്ദിഖ് ലാലിന് മാത്രമാണ് ഇതിന് ഒപ്പം എത്താൻ കഴിഞ്ഞത്. 2002 കല്യാണരാമൻ എന്ന വമ്പൻ വിജയത്തോടെ ദിലീപ് സൂപ്പർ സ്റ്റാർ പരിവേഷത്തിലേക്ക് കടക്കുകയും ചെയ്തു. തൊട്ടടുത്ത വർഷം എടുത്ത പുലിവാൽ കല്യാണവും സൂപ്പർ ഹിറ്റായി. 2005 മമ്മൂട്ടിയുടെ തൊമ്മനും മക്കളും, 2007 മമ്മൂട്ടിയുടെ തന്നെ മായാവി, 2007 സലിംകുമാർ, പൃഥ്വിരാജ് എന്നിവർ അഭിനയിച്ച ചോക്ലേറ്റ്, അങ്ങനെ വമ്പൻ ഹിറ്റുകൾ ആവർത്തിക്കുകയായിരുന്നു. തൊമ്മനും മക്കളും ഇതിനിടെ തമിഴിലേക്കും റീമേക്ക് ചെയ്തു. അത് സൂപ്പർ ഹിറ്റ് ആയില്ലെങ്കിലും വിജയചിത്രമായിരുന്നു. 2010 എടുത്ത മേരിക്കൊണ്ടൊരു കുഞ്ഞാട് എന്ന ചിത്രവും സൂപ്പർ ഹിറ്റായി മാറി. 2015 പുറത്തിറങ്ങിയ 2 കൺട്രീസും ബമ്പർ ഹിറ്റായി. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിന് സൂപ്പർ ഹിറ്റുകൾ ആവർത്തിക്കാനായില്ല. ഒരു പഴയ ബോംബ് കഥ, ഷെർലക് ടോംസ്, ചിൽഡ്രൻസ് പാർക്ക് തുടങ്ങിയ ചിത്രങ്ങൾ ശരാശരിയിൽ ഒതുങ്ങി നിന്നു. 2022 പുറത്തിറങ്ങിയ ഷറഫുദ്ദീൻ നായകനായ ആനന്ദം പരമാനന്ദമായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന ചിത്രം. മമ്മൂട്ടിയുമായി വലിയ ആത്മബന്ധമായിരുന്നു ഷാഫിക്കുണ്ടായിരുന്നത്. കോമഡി വഴങ്ങാത്ത നടൻ എന്ന ചീത്തപ്പേര് മമ്മൂട്ടിയിൽ നിന്ന് എടുത്തു മാറ്റിയത് ഷാഫിയായിരുന്നു. തൊമ്മനും മക്കളിലും മായാവിയിലും ചട്ടമ്പിനാട്ടിലുമൊക്കെ മമ്മൂട്ടി ചെയ്ത കോമഡികൾ ഇന്നും വൈറലാണ്. ചാനലുകളിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ഉണ്ടാവുന്ന കോമഡി സീനുകൾ ഇത് തന്നെയാണ്. വെനീസിലെ വ്യാപാരി എന്ന ഒറ്റ ചിത്രം മാത്രമാണ് ഈ കൂട്ടുകെട്ടിൽ ഹിറ്റാവാതെ പോയത്. എങ്കിലും ടിവിയിൽ ഇപ്പോഴും ഒരുപാട് പ്രേക്ഷകരുള്ള ചിത്രമാണത്. സലീം കുമാറിന്റെ ഗൾഫുകാരനായ അൽ കമലാസനൻ ഇപ്പോഴും ട്രോളുകളിൽ താരമാണ്. 18 ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടെങ്കിലും ഷാഫി ഏത് അഭിമുഖത്തിലും വാതോരാതെ പറഞ്ഞിരുന്നത് മായാവിയെ കുറിച്ചായിരുന്നു. ആ സിനിമയുടെ ആദ്യം തീരുമാനിച്ച പേര് മഹി IAS എന്നായിരുന്നു. അതായത് മഹി ഇരുട്ടടി സർവീസ്. ജ്യേഷ്ഠൻ റാഫി ഇത് നേരത്തെ പറഞ്ഞെങ്കിലും മമ്മൂട്ടി കൂടെ മായാവി എന്ന പേര് പറഞ്ഞതോടെ അത് ഉറപ്പിക്കുകയായിരുന്നു. ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ സിനിമയിൽ നിന്നിരുന്ന സുരാജ് വെഞ്ഞാറമൂടിനെ കോമഡി സ്റ്റാറാക്കിയത് ഈ മായാവി എന്ന സിനിമയാണ്. ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം ആദ്യാവസാനം നിറഞ്ഞു നിന്ന ഗിരി എന്ന കഥാപാത്രം സുരാജിനെ രക്ഷപ്പെടുത്തി. പക്ഷേ സുരാജിന്റെ മികച്ച കഥാപാത്രം ഷാഫി തന്നെയാണ് വീണ്ടും നൽകിയത്. അതാണ് ചട്ടമ്പി നാട്ടിലെ ദശമൂലം ദാമു. സിനിമ ഇറങ്ങി വർഷങ്ങളായെങ്കിലും ചാനലുകളിൽ ദാമുവിന്റെ കോമഡി സീനുകൾ ഇപ്പോഴും വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലും ദശമൂലം ദാമു തിളങ്ങുന്ന താരമാണ്. സലീം കുമാറിന്റെ മണവാളനും ഹരിശ്രീ അശോകന്റെ രമണനും ശേഷം ട്രോളന്മാർ ഏറ്റവും അധികം ഉപയോഗിച്ചത് ദശമൂലം ദാമുവിനെയായിരുന്നു. ഷാഫിയുടെ നടക്കാതെ പോയ 2 ഡ്രീം പ്രൊജക്ടുകളാണ് 3 കൺട്രീസും ഹലോ മായാവിയും. മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കേണ്ടിയിരുന്ന ഹലോ മായാവി എന്ന ചിത്രവും ദിലീപിന്റെ 2 കൺട്രീസ് എന്ന ഹിറ്റ് ചിത്രത്തിന്റെ 2ാം ഭാഗമായ 3 കൺട്രീസും ചില ആളുകളുടെ പിടിവാശി കൊണ്ടാണ് നടക്കാതെ പോയതെന്ന് ഒരു അഭിമുഖത്തിൽ ഷാഫി പറഞ്ഞിരുന്നു. റാഫി മെക്കാട്ടിൻ സംവിധാനം ചെയ്ത ഹലോയിലെ മോഹൻലാലിന്റെ അഡ്വക്കേറ്റ് ശിവരാമനെയും മായാവിയിലെ മമ്മൂട്ടിയുടെ മഹിയെയും ചേർത്താണ് ഹലോ മായാവി എന്ന ചിത്രം ഷാഫി പ്ലാൻ ചെയ്തിരുന്നത്. രണ്ടുപേരും വൺ ലൈൻ കേട്ട് സമ്മതം മൂളിയതുമാണ്. എന്നാൽ ചില ആളുകൾ പിടിവാശി കാണിച്ചതുകൊണ്ട് നടന്നില്ല എന്നാണ് ഷാഫി പറഞ്ഞത്. കഴിഞ്ഞ കൊല്ലം നൽകിയ ഒരു അഭിമുഖത്തിൽ വരെ ഷാഫി ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ ആ പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ ഇനി ഷാഫി ഉണ്ടാകില്ല. അദ്ദേഹം മലയാള സിനിമയോടും ഈ ലോകത്തോടും വിട പറഞ്ഞിരിക്കുന്നു.